ഇനിയിപ്പോൾ ഫ്രഷായിട്ട് മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ മീൻ ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ക്യാനിനകത്ത് കിട്ടുന്ന ട്യൂണ ഫിഷാണിത്. ഇത് ട്യൂണ ഇൻ വാട്ടറാണ്. അപ്പോൾ ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കടുകിട്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ടേ ചെയ്യുക. അതിലേക്ക് ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ഫിഷ് റെഡിയാക്കി വെക്കാം. ഒന്നുമില്ല, ഒരു ക്യാൻ ഓപ്പണർ എടുത്ത് നമ്മളുടെ ഈ ട്യൂണയുടെ അടപ്പ് തുറക്കുക. അത് തുറക്കുമ്പം ഫുള്ളി തുറക്കല്ല, അത് കട്ട് ചെയ്യില്ല. അത് കുറച്ച് ഭാഗം അത് കട്ട് ചെയ്യാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് നല്ലതുപോലെ ഡ്രെയിനാക്കി വെക്കാം. അപ്പം നമ്മളുടെ ട്യൂണ അതാണ്ട് ഇങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോഴത്തേനും നമ്മളുടെ ഉള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കരിവേപ്പില ആദ്യം ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, അല്പം ഗരം മസാല ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ സോട്ട് ചെയ്യാം. അധികം ഗരം മസാല വേണ്ട, കാരണം അതിൻ്റെ ടേസ്റ്റ് അത്ര മുന്നിൽ നിൽക്കേണ്ട. പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർക്കുക. കാരണം ഫിഷ് ആയതുകൊണ്ട് ഒരല്പം പുളി വേണം. അതായത് നമ്മളുടെ കുടംപുളിയുടെ ആവശ്യമില്ല, ജസ്റ്റ് ഈ ടൊമാറ്റോ മാത്രം മതിയായിരിക്കും. ഇനി ഇത് നല്ലതുപോലെ ടൊമാറ്റോ നല്ലതുപോലെ കുക്ക് ചെയ്യുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടച്ചു വയ്ക്കണമെങ്കിൽ അടച്ചു വയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പോൾ ഏകദേശം നമ്മളുടെ ടൊമാറ്റോയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യാം. ഒത്തിരി വെള്ളം വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മതിയായിരിക്കും. ഇട്ടിട്ട് ആ മസാല നല്ലതുപോലെ എണ്ണ വിട്ട് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിരിക്കുക. ഇപ്പം അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തുറന്നു വച്ചിരിക്കുന്ന ക്യാൻഡ് ട്യൂണ ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അത് ക്യാനിനകത്തിരിക്കുന്നത് കൊണ്ട് കുറച്ചൊരു ലംസ് കാണും. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ക്യാൻഡ് ട്യൂണ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നിടം വരേക്കും ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഇപ്പം നമ്മളുടെ ട്യൂണ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.